എലീശാമ്മയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുകയാണ്. എന്താണ് പിതാവിനെ ഈ സമയം തോന്നുന്നത്? ഭാരതത്തിൻ്റെ ആദ്യത്തെ വനിതാ സന്യാസിനിയായ അമ്മയും വിധവയും സന്യാസിനിയും എല്ലാം ചേർന്ന ഒരു വലിയ വിശുദ്ധയുടെ ഒരു നാമകരണമാണ്. അത് ഇന്നത്തെ കാലത്ത് ഭാരതത്തിനത് വലിയ സുവിശേഷ സന്ദേശമായിട്ട് ജീവിക്കുന്നതിന്, മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് വനിതാ ശാക്തീകരണത്തിനൊക്കെ സഹായമാകുന്ന വിധത്തിൽ ഉള്ള ഒന്നായിരുന്നു. നമ്മളോടൊപ്പം ചേരുകയാണ് പിതാവെ. വരാപ്പുഴ അതിരൂപതയ്ക്ക് നല്ല കേരള സഭയ്ക്ക് വലിയൊരു അഭിമാനത്തിൻ്റെ നിമിഷത്തിലേക്ക് കടക്കുകയാണ്. വളരെയധികം സന്തോഷമുള്ള നിമിഷമാണിത്. പ്രത്യേകിച്ച് കേരള സഭയ്ക്കും വരാപ്പുഴ അതിരൂപതയ്ക്കും. കേരളത്തിലെ ആദ്യ സന്യാസിനി, കേരളത്തിലെ ആദ്യ സന്യാസ സഭയുടെ സ്ഥാപിക. തീർച്ചയായിട്ടും നമുക്ക് ഏറെ സന്തോഷിക്കാൻ എന്താണ് വേണ്ടത്? തീർച്ചയായും നമുക്കറിയാം, കേരളത്തിലെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് വിസ്മരിക്കപ്പെട്ട ഒരു ചരിത്രമാണ് മദർ എലീശോയുടെയെങ്കിലും ഇപ്പോൾ അതിലേറെ ശക്തിയോട് ഉയർത്തെഴുന്നേറ്റ് വന്നതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാവിധ ആ ഒരു ആനന്ദത്തിന് നിറവിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. എത്രത്തോളം പിതാക്കന്മാർ എന്നീ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ? 60ഓളം പിതാക്കന്മാരെയാണ് പ്രതീക്ഷിക്കുന്നത്. 500ഓളം വൈദികരെയുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഭാരത കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുതിയ ഒരു ബ്ലെസ്സഡ് വാഴ്ത്തപ്പെട്ടവളെ കിട്ടുന്നു എന്നുള്ളത് ഭാരതസഭയ്ക്ക് വലിയ അനുഗ്രഹമാണ്. മദർ ഏലീശോയെ ഇന്ന് വല്ലാർപാടത്ത് വെച്ച് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുമ്പോൾ അത് സഭയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ്. വാഴ്ത്തപ്പെട്ട മദർ ഏലീശോയുടെ മധ്യസ്ഥത തേടി ഭാരതത്തിന് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കാൻ മദർ ഏലീശോ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എല്ലാവർക്കും CTC സമൂഹത്തിനും പ്രത്യേകം അനുഗ്രഹങ്ങൾ, ആശംസകൾ, പ്രാർത്ഥനകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.